ഹായ് ക്ലേഷ്യസ്, എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് പുതിയൊരു വാറിൻ്റെ പ്രിപ്പറേഷൻ വന്നിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഡേ ആണ്. ഒരു കോൾ ഓഫ് എന്ന് പറഞ്ഞൊരു ക്ലാനായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത ഒരു ക്ലാൻ ബേസ് തന്നെയാണ്. നമുക്കത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടിയിൽ നമ്മുടെ റഷ് എടുക്കുന്ന കാരണമാണ് നമുക്ക് മുകളിൽ ഇത്രയും കുറവ് വരുന്നത്. നമുക്ക് എന്തായാലും അവരുടെ വാർ ഡീറ്റെയിൽസ് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് അവർ ഇവിടെ വരെ എത്തിയപ്പോൾ ലെവൽ 5 ആണ്. എന്തായാലും അവരിതേ 19 കളി ജയിച്ചിട്ടുണ്ട്, 19 കളി ലോസ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാൻ തന്നെയാണ്. അടിക്കുന്ന ആ ഒരു സ്റ്റാറിൻ്റെ നോക്കി ഡിഫറൻസ് തന്നെ കാണാം. നല്ല ക്ലാൻ തന്നെയാണ് എന്തായാലും അവരുടെ. നമുക്ക് എന്തായാലും അവരുടെ ബേസ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയുണ്ട്, നമുക്ക് ഹോപ്പ് ഉണ്ടോ, ഹോപ്പില്ലേ? ഇതിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാർ ജയിച്ചു തന്നെവരാണ്. നമുക്ക് നോക്കി നോക്കാം അവരുടെ എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബേസ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ അറ്റാക്ക് കഴിഞ്ഞ് നമുക്കിനി എന്തായാലും അടുത്ത വാർ ഇടുമ്പോൾ നമുക്ക് ക്ലാനിക്ക് കുറച്ച് മെമ്പേഴ്സും കൂടി ആഡ് ആയിട്ടുണ്ട് കേട്ടോ. പുതിയൊരു 4 ആൾക്കാരും കൂടി വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് അടുത്ത വാർ ഇടുമ്പോൾ നമുക്കൊരു 15 പേരുടെ വാർ ഇടാം. നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഈ വാറയ്ക്കും എൻ്റെ രൂപം വെച്ച് നമ്മൾ ജയിക്കും. 30 സ്റ്റാർ നമുക്ക് അടിക്കും. കാരണം ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ അടിയിൽ റഷ് ബേസ് എടുക്കുന്ന കാരണം മുകളിൽ നമുക്ക് അതിൻ്റേതായ ഒരു പ്രയോറിറ്റീസ് നമുക്കതിലുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഹാൾ ഒരു 15 എടുക്കുമ്പോൾ കൂടെ ഒരു റഷായിട്ട് 16 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും അവരുടെ ഫസ്റ്റിന് അടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫസ്റ്റിന് അടിക്കാൻ, അതും എൻ്റെ ഒരു ചെറിയൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് പറയുന്നത്. അവർക്ക് എന്തായാലും അടിക്കാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇത്രയും നാളായിട്ടും ആ ഒരു ഫസ്റ്റ് നമ്മുടെ കിടക്കുന്നതിനെ ആരും 3 സ്റ്റാർ അടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് 15 പേരുടെ വാർ വരുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. നമ്മൾ അതിൽ മാക്സിമം നമ്മുടെ റഷ് അക്കൗണ്ടുകൾ ഒഴിവാക്കിയിട്ട് മെയിൻ കളിക്കുന്ന അക്കൗണ്ടുകൾ ഇടാനാണ് പ്ലാൻ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോക്കുമ്പോൾ മൊത്തം 20 പേര് മെമ്പർ ഉണ്ട്. പക്ഷെ നമ്മൾ 20 പേരുടെ വാർ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ മൊത്തം റഷായിരിക്കും. അത് വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും അടിയിൽ നമുക്കത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു കോർഡിനേഷനിൽ നമുക്ക് ഈ നിലവിൽ പ്ലാൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമുക്കൊരു 15 പേര് എന്നാൽ ഒരു ത്രില്ലൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ വാർ ജയിക്കണം, സിമ്പിളായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് കുറച്ച് ഡിഫിക്കൽട്ടൊക്കെ വേണ്ടേ. സോ അതിൻ്റെ ബേസിൽ നമ്മൾ എന്തായാലും ഇനി വാറിടുമ്പോൾ 15 പേര് ഇടുള്ളൂ. അതിൽ മാക്സിമം റഷ് അക്കൗണ്ടൊന്നും, മീൻസ് റഷ് അല്ല, ഡമ്മി അക്കൗണ്ടൊന്നും നമ്മൾ അതിൽ ആഡ് ചെയ്യില്ല. അതിനാണിത് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. നമുക്കറിയില്ല എങ്ങനെയായിരിക്കും അതിൻ്റെ വാർ വരാം, നമ്മുടെ വാർവിൻ സ്ട്രൈക്ക് പോവുമോ, അതൊന്നും അറിയില്ല. പക്ഷേ നമ്മൻ പെട്ടയ്ക്കും, സെറ്റായിട്ട് എന്തായാലും പെട്ടയ്ക്കും 15 പേരുടെ വാറ്. ഇതിപ്പോൾ എന്തായാലും അവരുടെ മുകളിലേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 9ക്കും റഷ് പോലെ തന്നെയാണ് എടുക്കുന്നത്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബേസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാം പല പല പ്ലെയേഴ്സ് ആവണം. അല്ലാണ്ട് ഇതേപോലെ അവർ ക്ലാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ്. എല്ലാ അക്കൗണ്ടും കണ്ടോ, ഇതന്നെ കണ്ടില്ലേ, മാക്സിമം ആണ്. മീൻസ് അവർ പ്രോപ്പറായിട്ട് കളിക്കുന്നവരാണ്. ഇത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവർക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക എല്ലാം ഒരേപോലെ കൊണ്ടുപോകാൻ. സോ അതിൻ്റെ ബേസിലാണ് റഷ് ഉണ്ടാക്കുക. ഇനി നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് അടിയത്തൊന്നും നോക്കണില്ല. ഇതിപ്പോൾ ഈ ഒരു ബ്രോ നമുക്ക് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ക്ലാനിക്ക്. ഐ ലിവ് ഹിയർ, അതൊരു മലയാളിയാണ്, എറണാകുളംകാരനാണ്. അപ്പോൾ നമുക്ക് പുതിയതായി വന്ന് നമ്മൾ വാറിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ ബേസ് എല്ലാം സെയിം തന്നെയാണ്. എനിക്ക് ഈ ലെജൻഡറി ബോക്സ് തുറന്നിട്ട് എനിക്കൊരു പൈററ്റ് ചാമ്പ്യനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഈ 3 അക്കൗണ്ട് ഉണ്ട്, 3 അക്കൗണ്ടിലും കൂടി നോക്കിയിട്ട് എനിക്ക് ആകെ ഇത് മാത്രം കിട്ടിയിട്ടുള്ളൂ. ഒരവസ്ഥയിൽ നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയട്ടാ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ക്ലാനിൻ്റെ പേര് OGGT എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാനിലേക്ക് വരാവുന്നതാണ് കേട്ടോ. താങ്ക് യു.